ഇപ്പോൾ ഡ്രൈവർ ഇതു ചേരുന്നു. ഡ്രൈവർ ഇതു, വെരി ഗുഡ് ഈവനിങ്. ഇതു കൃഷ്ണൻ, ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് പ്ലാമൂട് നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലാമൂട് വെച്ച് യദു ഓടിച്ചിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഈ മേയർ ആര്യയും സച്ചിനും ഈ മേയർ ആര്യയുടെ ജ്യേഷ്ഠ സഹോദരിയും മറ്റൊരു കസിനും സഞ്ചരിച്ചിരുന്ന വാഗണാർ കാറിൻ്റെ ഇടതുവശത്ത് ഭയപ്പെടുത്തുന്ന രീതിയിൽ വന്ന് സ്ലോ ചെയ്തു പോയി, തട്ടിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ പോകുമ്പോഴാണ് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് ഡ്രൈവർ ചെയ്തു? വാഗണൻ കാറിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നാണ് ഞാൻ പോയത്. അതായത് പട്ടത്തുനിന്ന് എൻ്റെ ബാക്കിൽ നിന്ന് വന്ന വണ്ടിയാണ്. പട്ടം സിഗ്നലിൻ്റെ അവിടെ, പട്ടം ട്രാഫിക് സ്റ്റേഷൻ്റെ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ ആളിറക്കാൻ വേണ്ടിയിട്ട് നിർത്തി, ആളിറക്കി വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ ഒരു കാർ ബാക്കിൽ നിന്ന് വന്ന് ഹോൺ അടിക്കുന്നു. അപ്പോൾ ഞാൻ അറിയുന്നില്ല മേയറിൻ്റെ കാറാണെന്നോ ആരെ കാറാണെന്നോ. സ്വാഭാവികമായിട്ട് വണ്ടി റൈറ്റ് പിടിക്കുമ്പോൾ കാറുകൾ വന്ന് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഹോൺ അടിക്കും. അവിടെ സ്പേസ് ഇല്ലായിരുന്നു സൈഡ് കൊടുക്കാൻ. കുറച്ച് താഴോട്ട് വന്ന പ്ലാമൂട് എത്തുന്നതിന് മുമ്പ് ഞാൻ സൈഡ് കൊടുക്കുകയും ചെയ്തു. കൊടുത്തപ്പോൾ ഈ വണ്ടി ഫ്രണ്ടിൽ പോകുന്ന സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് അങ്ങ് ചവിട്ടി. 2-3 പ്രാവശ്യം ഞാൻ തൊട്ട് ബാക്കിൽ നിന്ന് പോകുന്നെങ്കിലും എനിക്ക് സൈഡ് തരാതെ നടുക്കൂടെ പോവുകയും, കുറച്ചപ്പുറം പ്ലാമൂട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇത്തിരി സ്പേസ് വന്നപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയും ചെയ്ത് 1 വേ എത്തിയപ്പോഴത്തേക്ക് ഈ വണ്ടി എൻ്റെ ബാക്കിൽ വന്ന് പിന്നെയും ഹോൺ അടിച്ച് ശല്യം ചെയ്യുകയും, പിന്നെയും ഭയങ്കര ഹോണടിയും സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ സൈഡില്ല, PMG കയറിയാലേ പിന്നെ സൈഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നെ സൈഡ് കൊടുക്കാനില്ല. PMG എത്തിയപ്പോഴത്തേക്ക് പിന്നെ കാറിനെ കാണാനുമില്ല. പിന്നെ കാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടത് പിന്നെ പാളയത്ത് സാവല്യത്തിൻ്റെ അവിടെ വെച്ചാണ്. ഞാൻ റെഡ് സിഗ്നലായപ്പോൾ നിർത്തിയിട്ടിരുന്നു ബസ് ഞാൻ നിർത്തിയിട്ടിരുന്നു. ഞാൻ അടുത്ത ഗ്രീൻ സിഗ്നലായപ്പോഴത്തേക്ക് ബസ് മുന്നോട്ടെടുത്ത സമയത്ത് കൊണ്ടുവന്ന് ക്രോസിന് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ വണ്ടി എടുക്കാൻ പറ്റില്ല. വണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ റോങ് ആയിട്ട് ഓട്ടിക്കുന്നത്, നീ എന്തിനാണ് ബസ് റോങ് ആയിട്ട് ഓട്ടിച്ച് ഇത്രയും ദൂരം നമുക്ക് സൈഡ് കയറാതെ റോങ് ആയിട്ടാണ് ഓടിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ മാഡം ഇപ്പോൾ പറയുന്നത് അശ്ലീല ചവയോട് കൂടിയിട്ട് എന്തോ കാണിച്ചു, വണ്ടി റോങ് ആയിട്ട് ഓടിച്ച് അവർക്ക് സൈഡ് കൊടുത്തില്ലെന്നാണ് എൻ്റെ അടുത്ത് ആദ്യമേ ആ പയ്യൻ വന്നിട്ട്. ഒരു പയ്യൻ, 2 പയ്യന്മാരാണ് ആദ്യം വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അച്ഛനെയും റോഡിൽ നിന്നിട്ട് നിൻ്റെ തന്തയുടെ വകയോ വണ്ടി, അല്ലെങ്കിൽ റോഡ് തന്തയുടെ വകയോ KSRTCൻ്റെ തന്തയുടെ വകയോ നിനക്ക് തോന്നിയല്ലോ ഓട്ടിക്ക്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കരുത്. ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഒരു പയ്യൻ പറഞ്ഞപ്പോഴത്തേക്ക് 2-3 തവണ വാഗണാർ യദുവിന്റെ ബസിന്റെ മുൻപിലായിരുന്നു. ഈ സമയത്താണ് പ്ലാമൂട് വെച്ച് യദു ബസ്സിനുള്ളിലിരുന്ന് പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയ, ഗ്ലാസ്സിലൂടെ പിന്തിരിഞ്ഞു നോക്കിയ ഈ മേയറെയും മേയറുടെ ജ്യേഷ്ഠ സഹോദരിയെയും ചൂണ്ടിക്കാണിച്ച് ഒരു അശ്ലീല തരത്തിലുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്നാണ് അവരുടെ പരാതി. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും താങ്കൾ ചെയ്തിരുന്നോ? ഞാനൊന്നും ചെയ്തിരുന്നില്ലല്ലോ. പിന്നെ അവർ തെളിയിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും തെളിയിച്ചവർക്ക് അത് തെളിയിക്കാമല്ലോ. ആ അശ്ലീല ആംഗ്യം കാണിച്ചതിൽ അവർ പ്രകോപിതരായെന്നും, ആ പ്രകോപിതരായത് ഈ വിഷയം കൊണ്ട് മാത്രമാണ് അവർ പിന്നീട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി താങ്കളുടെ വാഹനത്തിന് ബസ്സിന് മുൻപിൽ അവർ വാഹനം ക്രോസ് ചെയ്തിട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ കുറേ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന്, താങ്കൾക്കെതിരെ 1-2 കേസുകൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ ഒരെണ്ണം സമാനമായ രീതിയിൽ അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊരു കേസ് 2017 രജിസ്റ്റർ ചെയ്തിരുന്നതായി കാണുന്നു. ശരിയാണോ? അങ്ങനെ കേസ് നിലവിലില്ലല്ലോ. 2017 ഒരു FIR ഇട്ടിരുന്നു. ആ FIR എൻ്റെ കയ്യിലുണ്ട്. നേമത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് ഇപ്പോഴും നിലവിലുണ്ടോ? അപ്പൊ തളിയാതിപുരം കേസ് ഉണ്ടായിരുന്നു 2017. കേസ് ഇപ്പോഴും അതന്നെ, കേസ് ഇപ്പോഴും നിലവിലുണ്ടോ? അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ 2017 ഇങ്ങനെ ഒരു FIR ഇട്ടിരുന്നു. അത് വ്യാജമാണോ എന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. യദു, എന്റെ കയ്യിലിരിക്കുന്ന FIR വ്യാജമാണോ? അത് വ്യാജമാണ്. അത് ഇവരെ പാർട്ടിക്കാരി തന്നെയാണ്. ഇവരെ പാർട്ടിയിലുള്ള ഒരു ലേഡിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് 30/3/2017 ഇവരുടെ പാർട്ടിയിലുള്ള, അതായത് CPM അനുഭാവിയായ ഒരു വനിത താങ്കൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് 2017. കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വനിതയല്ല, വനിതയുടെ ഹസ്ബൻഡിന്റെ സഹോദരനുമായിട്ട് ഇവിടെ അടിയും പിടിയും ഒക്കെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ആയി, ചെറിയ സംസാരമൊക്കെ ആയി. അവർ പാർട്ടി ബേസിൽ ഇടപെട്ടു. പിന്നെ വനിത അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ എൻ്റെ പേരിൽ പരാതി കൊടുത്തിരുന്നത്. അപ്പൊ ആ വനിതയെ പ്രതി അന്യായമായി തടഞ്ഞു നിർത്തി ഈ അശ്ലീലാംഗ്യം കാണിക്കുകയും പിന്നീട് വളരെ അശ്ലീലമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത്. ആ കേസ് പിന്നീട് എന്ത് സംഭവിച്ചു? കേസ് ഒത്തുതീർന്നോ? എഫ്ഐആറിൽ അത് എവരെ പാർട്ടിയല്ലേ അതെല്ലാം പറയുന്നത്. പാർട്ടിക്കാരൊക്കെ എന്ത് പറയാം, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവരുടെ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ യദുവിന്റെ പാർട്ടി ഏതാണ്? എനിക്കൊരു പാർട്ടിയും ഇല്ല. ഒരു പാർട്ടിയും ഞാൻ അംഗമല്ല, ഒരു പാർട്ടിയിലും ഇല്ല. ശരി. അപ്പോൾ യദുവിന് 2017 ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നീട് 2022 ഈ റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ ഒരു യാത്രിക ഒരു കേസ് കൊടുത്തു എന്നറിയുന്നു. ഉണ്ടോ? യാത്രിക കേസ് കൊടുത്തെന്നുള്ള എനിക്ക് അറിയത്തില്ല. താങ്കൾക്കെതിരെ റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടോ? ഇല്ല, യാത്രിക കേസ് കൊടുത്ത ഒരു കേസില്ല. പക്ഷേ തമ്പാനൂർ വെച്ച് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു KSRTC ബസ് പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിച്ച് ഒരു കാറിൽ ഇടിച്ചതിൻ്റെ ബാക്കിൽ KSRTCയുടെ ബാക്കിൽ കൊണ്ട് ഇടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. അത് കേസായിട്ട് പോയിട്ടില്ല, അത് എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പൊ യദു ഈ യാത്രിക ഇങ്ങനെ പറഞ്ഞ ഒരു കേസൊന്നും ഇല്ല. അപ്പം റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു FIR 2017. ഇത് രണ്ടുമാണ് ഇപ്പോൾ സൈബർ കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഈ വാഹനം നിർത്തി ഇവർ പുറത്തിറങ്ങി വന്ന് ചോദിക്കുമ്പോൾ ഇവരോട് മോശമായി സംസാരിച്ചു എന്നാണ് MLA-യും ഒപ്പം തന്നെ മേയറും മേയറിന്റെ ബന്ധുക്കളും ആരോപിക്കുന്നത്. അതായത് അതിനുശേഷം എന്തിനാണ് പിന്നീട് ഈ മേയറെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചത്? ഞാനേ മോശമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത് അത് ചുമ്മയാണ്. മോശമായിട്ട് സംസാരിച്ചെങ്കിൽ ആ വീഡിയോയിലുണ്ട്. വീഡിയോയിൽ എല്ലാ മാധ്യമങ്ങളിലും വീഡിയോ ഷെയർ ആയതാണ്. മോശമായിട്ട് ഞാൻ സംസാരിച്ച ഒരു വീഡിയോയിലും ഇല്ല. എൻ്റെ അടുത്ത് മോശമായിട്ട് മേയറും മേയറുടെ ഹസ്ബൻഡും ആ സഹോദരന്മാരും മോശമായിട്ട് സംസാരിച്ച ആ വീഡിയോയിലുണ്ട്. വേറെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു രാത്രിയിൽ അത് എൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞു, നീ കളക്ടറോ മുഖ്യമന്ത്രിയോ അല്ല, അപ്പോൾ നിൻ്റെ ഈ പവർ അത്രേ ഉള്ളൂ, ഡ്രൈവർ എന്നുള്ള പവറേ ഉള്ളൂ. അപ്പം നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സോറി ചോദിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാഡം ക്ഷമിച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. അവർക്ക് ആ ഒരു ഹെഡ് വെയിറ്റ്, അവർ മേയർ എന്നുള്ള പദവി, നീ മേയർ എന്ന് പറയാതെ അവർ മേയർ ആണെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ സംസാരിച്ചില്ല. അവർക്ക് ആ ഒരു ക്ഷീണം കൊണ്ടാണ് അവർ ഇത്രയും പരാതി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതായത് പോലീസ് അങ്ങനത്തെ രീതിയിലാണ് അവര് വിളിച്ച് നിർബന്ധിപ്പിച്ചല്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അഭിപ്രായം പറഞ്ഞു, നീ വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അല്ല, യദു തെറ്റു ചെയ്യാത്ത സ്ഥിതിക്ക് യദുവിനെ വിളിച്ച് മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് ഈ മറ്റേ ഇവരെ പോലെ കളക്ടറിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു ഇപ്പം തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും കേൾക്കേണ്ടി വന്നില്ലേ. അപ്പോൾ ഇത്രയും പവറൊന്നും എനിക്കില്ല. അവർക്ക് എന്ത് വേണോ ന്യായീകരിക്കുക, എന്ത് വേണോ കേസും അതും ഇതൊക്കെ. ഇവരെ കേസും ഇവരൊക്കെ പഴയ രീതിയിലൊക്കെ DFIയിലും SFIയിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാൻ പോയിട്ടില്ല. എനിക്കതിന് പവറില്ല, എനിക്കതിനുള്ള പിടിപാടില്ല, സാമ്പത്തികമില്ല, ഒന്നുമില്ല. വെറും 715 രൂപയ്ക്ക് ബസ് ഓടിക്കാൻ വന്നിട്ട് അത് ശരിയാണ്. പക്ഷേ യദു ഈ ഫോൺ കൂടി ചെയ്തതോടുകൂടി യദു പ്രതിരോധത്തിലായി. കാരണം ഈ ആ ഫോൺ സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് യദു പറയുന്നുണ്ട്, മാഡം ആരാണെന്ന് എനിക്കറിയാമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഡം ഇപ്പോൾ ഒരു മേയർ ആണെങ്കിലും ഒരു സാധാരണക്കാരി ആണെങ്കിലും എന്തോ പറയാൻ അരുതാത്തത് പറഞ്ഞു യദു എന്നുള്ളൊരു സൂചന ആ സംഭാഷണത്തിലുണ്ട്. പറയാൻ അരുതാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, പറയാൻ അരുതാത്തതായിട്ടൊന്നുമില്ല. ഞാൻ അവരെല്ലാവരും യാത്രക്കാരിരിക്കെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ആരായാലും എനിക്കെന്ത് എന്ന് പറഞ്ഞതാണ് ഞാൻ പറയാൻ അരുതാത്തത്. മേയറായിരുന്നെന്ന് പറഞ്ഞിരുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ആ ഒരു കാര്യം. അതാണ് ഞാൻ പറയാൻ അരുതാത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ വിളിച്ച് സോറി പറഞ്ഞു. സോറി പറഞ്ഞപ്പോൾ അപ്പോഴെന്താണ് മേയർ പറഞ്ഞത്? മേയർ പറഞ്ഞത് എന്താണ് പറഞ്ഞത്, നിങ്ങൾ കോടതിയിൽ പോയി നീതി നേടിക്കോളൂ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ സോറി പറയാൻ വിളിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ യദുവിന്റെ ഒരു ഡിഫൻസ് പൊളിഞ്ഞുപോയി. എന്റെ ഡിഫൻസ് പൊളിഞ്ഞു പോയെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അതായത് യദു ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത് സമ്മതിക്കുന്ന മട്ടിലാണല്ലോ ആ സംഭാഷണത്തിൽ ഈ മേയറോട് സംസാരിക്കുന്നത്.
ഞാൻ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ അറിഞ്ഞില്ല എന്ന് പറയുന്നതോട് അത് കൂടി അത് സംഭാഷണം. നമ്മൾ കുറ്റസമ്മതം സാധാ പോലെയാണ് ഫോൺ വിളിക്കുന്നത്. ജനങ്ങളല്ലേ, നമ്മൾ മേയറല്ല, കളക്ടർ അല്ലല്ലോ. പക്ഷെ ഒരു പൗരനുള്ള അവകാശം നമുക്കൊക്കെ അതന്നെ, ഉണ്ട്. നമ്മൾ അതെനിക്ക് കളക്ടറും അല്ല, മനസ്സിലാവും. മേയറും അല്ല, പോലീസ് നമ്മൾ അതിന് സാധാ പിന്നിൽ ജനങ്ങൾ. പോലീസ് യദുവിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞതിനെ തുടർന്നാണ് യദു വിളിച്ചത് എന്നുള്ളത് ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. അവര് ഏത് പറഞ്ഞിട്ടാണ് പോലീസാണ്, ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് യദുവിനോട് അങ്ങനെ പറഞ്ഞത്? കൺട്രോൾമെന്റ് സ്റ്റേഷനാണ്. കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ അവരാ ഒരു മാഡമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇത്രയും അവരുടെ അടുത്ത് കയർക്കണ്ടായിരുന്നു, സംസാരിച്ചപ്പോഴത്തേക്ക് മേയറാണെന്ന് അറിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് മേയറാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കയർത്ത് സംസാരിക്കില്ലായിരുന്നു. കയർത്ത് സംസാരിച്ചു, ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എൻ്റെ അപ്പൻ്റെ വകയാണോ റോഡെന്ന് ചോദിച്ചതിന് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ കൂടെയുള്ള കണ്ടക്ടർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? താങ്കളുടെ നേരെ ഈ മോശമായ ഭാഷയിൽ ഇവർ സംസാരിച്ചത് കണ്ടക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? കണ്ടക്ടർ സാക്ഷ്യപ്പെടുത്താൻ കണ്ടക്ടർ ഇന്ന് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. കണ്ടക്ടർ പറഞ്ഞു അങ്ങനെ കണ്ടക്ടർ ഞാൻ ആശ്രയില്ല എന്തോ മോശമായിട്ട് കാണിച്ചെന്നല്ലേ പറഞ്ഞത്. കണ്ടക്ടർ ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു. കണ്ടക്ടർ ഫ്രണ്ട് സീറ്റിൽ ഏറ്റവും എൻ്റെ ഇടത് സൈഡ് സീറ്റ് ഇരിക്കുകയാണ്. എനിക്ക് കണ്ടക്ടറും കാണണ്ടേ എങ്ങനെ കാണിച്ചെന്നുള്ളത്. അപ്പോൾ കണ്ടക്ടർ താങ്കൾക്ക് അനുകൂലമായിട്ടാണോ ഇപ്പോൾ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിരിക്കുന്നത്? റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടോ എനിക്കറിയത്തില്ല. കണ്ടക്ടറിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ MLA കണ്ടക്ടറുമായി സംസാരിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് നിസ്സഹായ അവസ്ഥയിലായിരുന്നു കണ്ടക്ടർ എന്നാണ് MLA ഉദ്ധരിച്ചുകൊണ്ട് ചിലർ പറയുന്നത്. എന്ത് ചെയ്യാനാണെന്നുള്ളത് അത് എനിക്കറിയത്തില്ല. കണ്ടക്ടർ ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് എൻ്റെ കൂടെ വന്നത്. അതിന് മുന്നേ എൻ്റെ റൂട്ട് വേറെ, എൻ്റെ കണ്ടക്ടർ വേറെയായിരുന്നു. ഈ കണ്ടക്ടറിനെ കുറിച്ച് വലുതായിട്ട് വ്യക്തമായിട്ട് അറിയാൻ തുടങ്ങിയില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഷെഡ്യൂൾ മാറിയുള്ളൂ. ഞാൻ ആദ്യം നിലമ്പൂരായിരുന്നു, കോഴിക്കോട് മിന്നലായിരുന്നു. ഇവരുമായി തർക്കിക്കുന്നതിനിടയിൽ എന്തോ ഒരു കവർ എടുത്ത് പുറത്തേക്കിടുന്ന ദൃശ്യം നമുക്ക് കാണുന്നുണ്ട്. ആ ദൃശ്യം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. ഏതോ ഒരു ദൃശ്യം പ്രചരിപ്പിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് ഒരു കവർ എടുത്ത് വെളിയിൽ. എന്ത് കവറായിരുന്നു അത് യദു? അത് ഇവർ പറയുന്നത് പാൻ പരാഗ് പോലെ നിരോധിച്ച ഏതോ ഒരു ലഹരി വസ്തുവിന്റെ കവറാണ് എന്നാണ്. അതോ അതെന്താണ് കവർ എന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ. ഇതുവല്ലേ ഇത് ഒരു കവർ പുറത്തേക്ക് ഇടുന്ന ദൃശ്യമാണ്. അത് നോക്കട്ടെ എന്താണെന്നുള്ള. ഈ വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടില്ല. ഞാൻ എന്താണെന്നുള്ളത് എനിക്കും വ്യക്തമല്ല. ഞാൻ പാൻപരാഗ് ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കുന്നതല്ല, മദ്യപിക്കാറുമില്ല. പിന്നെ ഇതെന്താണെന്നുള്ളതാണ് ഈ സംഭവം ഓർമ്മിക്കുന്നില്ല. ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഇല്ലായിരുന്നല്ലോ. പിന്നീട് എങ്ങനെ വരും? ഇത് ഹാൻഡ്സ് ഇത് പാൻപരാഗ് ഹാൻഡ്സ് ഒന്നും അല്ല. ഞാൻ ബിസ്ക്കറ്റ് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറയ്ക്കാൻ വെച്ചേക്കും. അതിന്റെ കവർ എടുത്ത് കളഞ്ഞു. ഞാൻ ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. കപ്പലണ്ടി മിച്ചറൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും. കപ്പലണ്ടിയുടെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ്. അത് വലിയ കവറാണ്. ഹാൻഡ്സൊക്കെ ആണെങ്കിൽ ഞാൻ വയ്ക്കാത്ത സാധനങ്ങളല്ലേ ഹാൻഡ്സൊക്കെ. ഇത്രയും ബസ് ഓടിക്കുന്ന എല്ലാവർക്കും ഉള്ള ശീലമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ശീലമില്ല. കപ്പലണ്ടി വെള്ളം കുടിക്കും, 7up കുടിക്കും, ഇത് നമ്മുടെ ആപ്പി ഫീസ് വാങ്ങിച്ച് വെച്ചേക്കും, അതൊക്കെ കുടിക്കുള്ളൂ. ഇത് ഹാൻഡ്സിൻ്റെ കവറാണെന്ന് എനിക്കറിയത്തില്ല. ഹാൻഡ്സിൻ്റെ കവറാണോ? ഇത് ഹാൻഡ്സിൻ്റെ വലിയൊരു കവറാണ്, ബിസ്ക്കറ്റിൻ്റെ കവറാണ്. ബിസ്ക്കറ്റ് എന്തോ ആണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, വലിയ കവറല്ലേ വലിച്ചെറിയുന്ന. അത് തന്നെ എൻ്റെ ബാഗിൻ്റെ അകത്തുനിന്നാണ്, ബാഗിൽ നിന്നാണ് എടുക്കുന്നത്. ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കണ്ടോ, ബാഗിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ടിടുകയാണ്. അല്ലാതെ എൻ്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല. അതെടുത്ത് കാണിക്കുന്നുണ്ടോ, വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ബാഗിന്റെ അകത്തുനിന്ന്, ബാഗ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഏതു മദ്യലഹരിയിൽ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ പ്രചരണമാണ്, നമുക്ക് അതിലൊന്നും വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ സംഭവത്തിന് ശേഷം മേയറെ വിളിച്ചൊരു ക്ഷമാപണം നടത്തി എന്നുള്ളത്, അതിനുശേഷം വാഹനത്തിൽ താങ്കൾക്കെതിരെ ഈ ഓവർ ഡ്രൈവിങ്ങിന്റെ പേരിൽ, റാഷ് ഡ്രൈവിങ്ങിന്റെ പേരിൽ നേരത്തെ സമാനമായ രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്
എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേതോ ഒരു ട്രാവലർ കൂടി, ഒരു യാത്രക്കാരി കൂടി താങ്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയുള്ളത്. 2017 താങ്കൾക്കെതിരെ ഒരു FIR ഇട്ടിരുന്നു. പിന്നീട് അത് സെറ്റിൽ ചെയ്തു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതും അന്നത്തെയും പ്രാദേശികമായിട്ടുള്ള വിരോധം കാരണമുണ്ടാക്കിയ കേസെന്നാണ് താങ്കൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലം ഒരു ഭാഗത്ത് നിൽക്കുന്നു. താങ്കൾ പറയുന്നത് പോലെ ഈ വാഹനത്തിന് തൊട്ട് പിന്നിൽ വന്നു, ഹോൺ അടിച്ചു, അങ്ങനൊരു സംഘർഷം അവിടെ ഉണ്ടായി. എന്നാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നടപടി ഉണ്ടാവുമോ താങ്കൾക്കെതിരെ? എൻ്റെ എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ കോടതിയിൽ എന്തായാലും പോകും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ക്ലിയർ ആണ്. ഈ ശംഭുവും ഗണേശവും ഒന്നും ഞാൻ ഉപയോഗിക്കാറുമില്ല. ഈ പറഞ്ഞില്ലേ, ബിസ്ക്കറ്റ്, കപ്പലണ്ടി, ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും, കഴിക്കും. അത് ഉറക്കം വരുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതാണ്. അത് ബാഗ്, ഫ്രണ്ടിലത്തെ ബാഗിലാണ് വെച്ചത്. ആ ബാഗിൽ നിന്നാണ് കവർ. പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് പരാതിയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? എനിക്ക് ഇനി പരാതി ഞാൻ കൊടുക്കുന്നെങ്കിൽ എന്നെ ഇത്രയും മാത്രം അപമര്യാദ, ആ ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, ഇത്രയും യാത്രക്കാർ വണ്ടിയിലിരിക്കെ എന്നെ പിടിച്ചിറക്കി പോലീസ് വേറെന്തോ കുറ്റം ചെയ്ത പോലെ പിടിച്ചോണ്ട് പോവല്ലേ. പോലീസിനെതിരെയാണോ ആളുകൾ യാത്രക്കാരെ എന്ത് വിചാരിക്കും? എന്നെ അവിടെ അല്ലല്ല, ആ കേസ് കൊടുത്തത് എന്നെ അച്ഛനെ വിളിച്ചതിനും ആ പയ്യന്മാർ കാർ ഓട്ടിച്ച് കൊണ്ടൊന്ന് ഫ്രണ്ടിൽ നിർത്തി എന്നെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ്. ബാക്കി പരാതി ഇനി കോടതിയിൽ മാഡത്തിനെതിരായിട്ട് കൊടുക്കും. എന്തെന്ന് വെച്ചാൽ ഇത്രയും ന്യൂസ് ചാനലുകളിലൊക്കെ ഞാൻ അങ്ങനത്തെവനാണ്, ഞാൻ ലൈംഗിക ചേഷ്ട കാണിക്കുന്നവനാണ്, മാഡത്തിൻ്റെ അടുത്ത് കാണിച്ച്, നാട്ടുകാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പരത്തി മാഡം ഇങ്ങനെ വാർത്തയായിട്ട് പരത്തിയതിൻ്റെ പേരിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞ് അവർ പരാതി പറഞ്ഞാൽ മാഡത്തിനെതിരെ കൊടുക്കും പരാതി. ഓക്കെ, എന്തായാലും ഇനി സമാനമായ രീതിയിൽ ഇനി ഒരു സംഭവം ഉണ്ടായാൽ ഇത് എന്തായിരിക്കും ചെയ്യുക? ഇനി ഇത്തരത്തിൽ വാഹനം നിർത്തി അവരോട് കയർക്കുമോ, അതല്ല നിയമപരമായി അതിനെ നേരിടുമോ? ഞാൻ നിയമപരമായിട്ട് നേരിട്ടുള്ള കയർക്കാനും പോകൂല. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് മിണ്ടാതെ ഇരിക്കും. സംസാരിക്കാൻ പോയാലല്ലേ കുഴപ്പമുള്ളൂ. ജീവനും ജീവിതവും അല്ലേ വേണ്ടത്. പറഞ്ഞു, അതാണ് കുഴപ്പം. സാറേ, ഈ വണ്ടി ഓട്ടിച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ഇത്രയും ടെൻഷനും ഉറക്കവും ക്ഷീണവും കൊണ്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അപ്പനെ ഒരു കാരണവുമില്ലാതെ തെറ്റ് ചെയ്തവൻ കൊണ്ടുവന്ന് വണ്ടിയും കുറുക്കനെ ഇട്ടിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം ഞാനല്ലേ അവനെ ചീത്ത വിളിക്കണ്ടേ? അവൻ എന്നെയാണ് ചീത്ത വിളിച്ചത്. അവൻ തെറ്റ് ചെയ്തിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം MLA ആണെന്ന് അറിഞ്ഞു. മേയറെ വിളിച്ച് മാപ്പും പറഞ്ഞു. പോലീസുകാർ പറഞ്ഞ അനുസരിച്ച് മേയറെ വിളിച്ച്, എനിക്ക് ജീവിതമല്ലേ വലുത് സാറേ, എനിക്ക് കൊച്ചിനെ വളർത്താനുണ്ട്, എൻ്റെ ജീവിതം വളരെ ദയനകരമാണ്. പറഞ്ഞ അറിഞ്ഞൂടാ. 715 രൂപ ശമ്പളം എന്ന് വെച്ചാൽ ഒരു കൂലിപ്പണിക്ക് കിട്ടുന്നതിനെക്കാട്ടിയും താഴെയല്ലേ, ചിന്തിക്കാന്നല്ലേ ഉള്ളൂ. ഓക്കെ യദു, താങ്ക് യു. നമ്മുടെ ചർച്ചയിൽ കാര്യങ്ങൾ വിശദീകരിച്ചതിന് താങ്ക് യു യദു. തീർച്ചയായും യദുവിന് പരാതി നൽകാവുന്നതാണ്. പക്ഷേ പരാതി എന്തെടുക്കും എന്നുള്ളതിലാണ് ആശങ്ക. ഇപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ KSRTCയിലെ ഷെഡ്യൂൾ ഇടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എങ്കിലും താങ്കൾക്ക് ആ അർത്ഥത്തിൽ നീതി ലഭിക്കട്ടെ. പക്ഷേ മറുഭാഗത്ത് ഇതേപോലെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളൊരു പരാതി നൽകിയിരിക്കുന്നത് ഒരു വനിതയാണ്. ആ വനിതയ്ക്കൊപ്പം തന്നെ മേയറുമുണ്ട്. ആ പരാതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ തീർച്ചയായും താങ്കൾക്കൊപ്പമാണ് നമ്മളുടെ എല്ലാവരുടെയും നിലപാട്. എന്നാലും അന്വേഷണം നടക്കട്ടെ. താങ്ക് യു യദു LH നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഇതുവാണ് നമുക്കൊപ്പം ചേർന്നതിന്. ഇതുവിൻ്റെ വിശദീകരണം പ്രേക്ഷകർ കേട്ടു. നേരത്തെ ആദ്യ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ ഇതു പൂർണ്ണമായും കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നു. ഇതു ഏതെങ്കിലും തരത്തിൽ അപമര്യാദയായി ഏതെങ്കിലും ചേഷ്ടകൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ അതൊട്ടും ന്യായീകരിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ കാട്ടിയിട്ടില്ല എങ്കിൽ മേയറും MLA യും അടക്കമുള്ളവർ പൊതു റോഡിൽ വാഹനം തടഞ്ഞതും ശരിയായിട്ടില്ല.